വിശ്വാസത്തിൽ വന്നിട്ട് യേശുവിനെ അന്വേഷിച്ച് വന്നിട്ട് പിന്മാറിപ്പോയവരുടെ കഥ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ടേ ഉള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ഭാരപ്പെടണ്ട. ഒത്തിരി പേര് വരും, ഒത്തിരി പേര് പോകും, കുറച്ച് പേര് നിൽക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഈ സമയത്ത് കർത്താവിന്റെ മനോഭാവമാണ് ഈ വാക്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതെന്താ അവരൊക്കെ പോയത് പത്രോസേ എന്നല്ല ചോദിച്ചത്, നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടോ? ആ ചോദ്യം കർത്താവിന് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ, പാസ്റ്റർമാർക്ക് ചോദിക്കാൻ പറ്റുകയില്ല. ഒരാൾ സഭായോഗത്തിന് വന്നില്ലെങ്കിൽ പിന്നെ വന്നവരോടും കൂടെ നിങ്ങളും കൂടെ പൊക്കോ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ കർത്താവ് അവിടെ തലമുറകളോടൊരു സന്ദേശം കൈമാറുകയാണ്. അത്ഭുതത്തിന് വേണ്ടി മാത്രം വരികയും ഉപദേശങ്ങൾ പറയുമ്പോൾ ഇടറുകയും ചെയ്യുന്ന ആളുകൾക്ക് പോകാം എന്ന ഒരു സന്ദേശമാണ് കർത്താവ് ഇവിടെ കൈമാറുന്നത്. ഒന്നുകൂടെ പറയാം, അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം വരികയും അച്ചടക്കത്തെ കുറിച്ച് പറയുമ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പോകാം, ഡോറ് തുറന്നു കിടപ്പുണ്ട് എന്ന സന്ദേശമാണ് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് യേശു കർത്താവ് തരുന്നത്. കാരണം ആദ്യത്തെ വരികൾ മുഴുവനും അത്ഭുതങ്ങളാണ്. 5 അപ്പം കൈകളിലെടുത്ത് വാഴ്ത്തി ആയിരങ്ങൾക്ക് കൊടുക്കുന്ന മഹാത്ഭുതത്തോടെയാണ് 6-ാം അധ്യായം അവസാനിക്കുന്നത്. എന്നാൽ ക്രൂശുമരണത്തെക്കുറിച്ചുള്ള ആഴമേറിയ ഉപദേശങ്ങളാണ് 6-ാം അധ്യായത്തിന്റെ അവസാനം. ഒരു ചങ്ക് ചാപ്റ്ററാണ് ജോൺ 6. വളരെ മനോഹരമാണ്. ആ ഒരു അധ്യായത്തിനകത്ത് ഏകദേശം പുതിയ നിയമ ഉപദേശം മുഴുവനുണ്ട്. അപ്പോ ക്രൂശ് അതാണല്ലോ ഇടർച്ചയ്ക്കും കാരണം. ക്രൂശാണല്ലോ എല്ലാറ്റിനും കാരണം. ക്രൂശിന്റെ ആഴങ്ങൾ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, ആ ഭാഗം വന്നപ്പോഴേക്ക് ഇവരടഞ്ഞു. അതിന്റെ അർത്ഥം പച്ചമാംസം തിന്നാന്നൊന്നും അല്ല. യേശുവിനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു നിലവാരത്തിലേക്ക് ഞാൻ എത്തിച്ചേരണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ഇപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ പോകും. അപ്പൊ ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. യേശുവില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് പത്രോസ് പറഞ്ഞത്. ഹല്ലേലൂയ. യേശുവില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? അതിന്റെ ഉത്തരമാ പത്രോസ് പറഞ്ഞത്. ഇല്ല, ഒരു നാളും ഇല്ല. നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ഒരു ആന്തരിക വളർച്ചയിലേക്ക് നിങ്ങൾ വന്നില്ല എങ്കിൽ എന്റെ പിന്നാലെ വന്നതുകൊണ്ട് പ്രയോജനമില്ല. ഞാൻ തരുന്ന അപ്പം വെറും താൽക്കാലികമാണ്. എന്നാൽ ഞാൻ എൻ്റെ ജീവൻ നിങ്ങൾക്ക് തരും, എൻ്റെ മാംസവും എൻ്റെ രക്തവും നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ആഹരിക്കുമ്പോഴാണ് ഉള്ളിൽ ജീവൻ ഉണ്ടാകുന്നത്. അതാണ് എന്നെയും നിങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ഏറ്റുപറച്ചിൽ ഈ രാവിലെ നമുക്കും ഏറ്റുപറയാം. ഈ കോവിഡ് കാലത്ത് കർത്താവ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെന്ന് എൻ്റെ ഉള്ളു പറയുന്നു. പോകാൻ താല്പര്യമുണ്ടോ? ഈ മാർഗം ഉപേക്ഷിച്ച് പോകാൻ തോന്നുന്നുണ്ടോ? ഈ മാർഗം ഉപേക്ഷിച്ച് പോകാൻ തോന്നുന്നുണ്ടോ? രോഗവ്യാപനം കണ്ടിട്ട്, ദൈവദാസന്മാരുടെ മരണം കണ്ടിട്ട്, മിഷണറിമാരുടെ മരണം കണ്ടിട്ട് ഈ മാർഗം വിട്ടിട്ട് പോയാലോ എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ സഭാചരിത്രം ഒന്നുകൂടെ വായിക്കണം. ആരംഭകാല മിഷണറിമാർ അനുഭവിച്ച കഷ്ടങ്ങളും
ദുരന്തങ്ങളും ദുരിതങ്ങളും മരണങ്ങളും നമ്മൾ കാണണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും യേശുവിന് മാറ്റമൊന്നുമില്ല. അവൻ അതേ ചോദ്യം ചോദിക്കുന്നു. പിരിഞ്ഞു പോകാൻ താല്പര്യം തോന്നുന്നുണ്ടോ? യേശുവിനെ കൂടാതെ ഒരു ജീവിതം നിനക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ, നീ ഒഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ആഗ്രഹിപ്പാൻ പരനേ. പാട്ട് എന്നതൊരു ചടങ്ങല്ല, പാട്ടും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതെ, ഇന്ന് രാവിലെ കർത്താവ് ചോദിക്കുന്നു, പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. വല്ല പ്ലാനും ഉണ്ടോ? പിന്മാറാൻ വല്ല ഹോളുകൾ തുറക്കുന്നില്ല. കർത്തൃമേശ നടന്നിട്ട് നാളുകളായി, കൂട്ടായ്മയില്ല. പിന്മാറാൻ കഴിയുമോ നിനക്ക്? ഇല്ല, കഴിയുകയില്ല. നിന്നെ പിരിഞ്ഞ് ഞങ്ങൾക്കൊരു മിനിറ്റ് ഇരിക്കാൻ കഴിയില്ല കർത്താവേ എന്ന് പറയുന്ന ഒരു ഹൃദയം ഉള്ള ഒരു തലമുറ എഴുന്നേൽക്കും. ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരു തലമുറ എഴുന്നേൽക്കും. അതിന്റെ സമയമാണത്. കൈകൾ ഉയർത്തി വീടുകളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പണ്ടൊക്കെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് പ്രസംഗിക്കുന്ന ആള് കേൾക്കാൻ വേണ്ടിയാ എന്ന് പറഞ്ഞാല് അങ്ങനെയും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവർ പ്രസംഗിക്കുമ്പോൾ അവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി ഒരു ഹല്ലേലൂയ പറയും. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഹല്ലേലൂയക്ക് 100% റിസൾട്ടാ. എന്താണെന്നറിയോ? ഇപ്പൊ പറയുന്നത് നിങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. കർത്താവ് അതിന് മാർക്കിടും. പണ്ടൊക്കെ നമ്മൾ ഈ വലിയ വലിയ സഭകളിലൊക്കെ പോകുന്നതല്ലേ, അപ്പൊ ആ പാസ്റ്റർമാരോടുള്ള ഒരു സ്നേഹത്തിൽ ഒരു ഹല്ലേലൂയുണ്ട്. ഇതല്ല, ഇത് കർത്താവിന് മാത്രം മഹത്വം കൊടുക്കുന്ന ഒരു ഹല്ലേലൂയ. 2 കൈകൾ ഉയർത്തി കർത്താവിന് അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ ജീസസ്. അതെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? പത്രോസിന്റെ പ്രസിദ്ധമായ ഏറ്റുപറച്ചിൽ, നിന്നെ വിട്ട് എവിടെ പോകാനാ കർത്താവ്? ദിസ് ഈസ് ദ ലാസ്റ്റ് പോയിന്റ്. ഇനി ഒരിടത്തേക്കും ഇല്ല. അന്വേഷണത്തിന്റെ അന്ത്യമാണ് യേശു. ഇതിനേക്കാൾ നല്ലൊരു സ്നേഹിതനില്ല, ഇതിനേക്കാൾ നല്ലൊരു രക്ഷകനില്ല, ഇതിനേക്കാൾ നല്ലൊരു മാർഗമില്ല, ഇതിനേക്കാൾ നല്ലൊരു പ്രതീക്ഷയില്ല. ഇത്രമാത്രം സ്നേഹം തരാൻ ആർക്കും കഴിയില്ല, ഇതുപോലെ കരുതാൻ ആർക്കും കഴിയില്ല, ഇതുപോലെ കൈക്ക് പിടിക്കാൻ ആർക്കും കഴിയില്ല, ഇതുപോലെ കൂടെ ഇരിക്കാനും ആർക്കും കഴിയില്ല. നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഇതാണ് പത്രോസിന്റെ ഒന്നാമത്തെ ഏറ്റുപറച്ചിൽ. അതിൽ തന്നെ ഒരു ചിന്തയും കൂടെ പങ്കുവയ്ക്കാം. നമ്മൾ ഇങ്ങനെ ലെസൺ തീർക്കാൻ വേണ്ടിയുള്ള ഓട്ടമല്ല, ദൈവിക സന്ദേശത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്. രണ്ടാമത്തെ ദൂത്, പത്രോസേ, എന്നെ വിട്ടുപോകാൻ കഴിയാത്ത ബന്ധം എന്താണ് നിനക്ക് എന്നോടുള്ളത്? എന്തുകൊണ്ട് നിനക്ക് എന്നെ വിട്ടുപോയിക്കൂടാ? അതിന് ഉത്തരമായി അവൻ ആദ്യം പറയേണ്ടത് അമ്മായിയമ്മയുടെ രോഗശാന്തിയാണ്. രണ്ടാമത് പറയേണ്ടത് വമ്പിച്ച മീൻപിടുത്തമാണ്. അവന് ലഭിച്ച കുറെ നന്മകൾ പറയാം, പക്ഷെ അതൊന്നും അവൻ പറഞ്ഞില്ല. നീയല്ലയോ എൻ്റെ അമ്മയുടെ പനി മാറ്റിയത്, നീയല്ലയോ എനിക്ക് മീൻപിടുത്തത്തിൽ സഹായിച്ചത്, നീയല്ലയോ 5,000 പേർക്ക് കൊടുത്തത്, നീയല്ലയോ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു വന്നത്, നീയല്ലയോ എൻ്റെ പടക് മുങ്ങാൻ നേരത്തെ എന്നെ സഹായിച്ചത്. ഇതൊന്നും അല്ല പറഞ്ഞത്. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിത്യജീവൻ. നിത്യജീവൻ. എന്തുകൊണ്ട് നിന്നെ വിട്ട് എനിക്ക് പൊയ്ക്കൂടാ? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. അതാണ്, ആ ഒരൊറ്റ റീസണാണ് യേശുവിനെ പിന്തുടരുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. വ്യക്തമായോ? ഇത് നമ്മുടെയും
ഉള്ളിൽ തട്ടേണ്ട ഒരു ചിന്തയാണ്. മറ്റ് ഗുരുക്കന്മാർക്കോ ദേവന്മാർക്കോ ഓഫർ ചെയ്യാൻ പറ്റാത്ത, വാഗ്ദാനം ചെയ്യാൻ പറ്റാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ, അത് നിത്യജീവനാണ്. അത് വാക്ക് പറഞ്ഞത് യേശു കർത്താവാണ്. എന്താണ് യേശുവിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി നിർത്തുന്നത്? നിത്യജീവൻ, 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 നിത്യജീവൻ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും അത്ര. എന്റെ വചനം കേട്ട് എന്നെ വിശ്വസിക്കുന്നവൻ ഒരു നാളും നശിച്ചു പോകുകയില്ല. അവനെ ഒടുക്കത്തെ നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒത്തിരി വാക്യങ്ങൾ അതിനെക്കുറിച്ച് വായിപ്പിക്കുവാനുണ്ട്. എങ്കിലും സമയം അങ്ങനെ നമുക്ക് നഷ്ടമാക്കാനും പറ്റില്ലല്ലോ. 54-ാം വാക്യം, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. 54-ാം വാക്യം, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ, അതാണ് എന്റെ വിഷയം. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അവിടെ രണ്ട് കാര്യം വളരെ നഗ്നമാണ്. മരണം സംഭവിക്കാം, സംഭവിക്കില്ലെന്ന് യേശു പറയുന്നില്ല. മരണം സംഭവിക്കാം, പക്ഷെ ഉയർപ്പുണ്ട്. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും, ഉറപ്പാണ്. അതിന് പിന്നെ മാറ്റമില്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞതാണ്. പക്ഷെ ഈ മാംസം തിന്നുക രക്തം കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കാര്യത്തിലാണ് ഒരു ക്ലാരിറ്റി ഇപ്പോഴും ജനങ്ങൾക്ക് കിട്ടാത്തത്. ബഹുഭൂരിപക്ഷ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അത് കർത്തൃമേശ എടുക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യാവുന്ന ഒരു വേദി അല്ല ഇത്. എങ്കിലും പറയണമല്ലോ സത്യം. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു വന്ന ആ ചിന്ത ഒന്നുകൂടെ പറയാം. ഇപ്പോൾ 9 മണിയാകുമ്പോൾ നാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. കഴിച്ചില്ലെങ്കിലോ വിശക്കും. അപ്പൊ ഉച്ചയ്ക്കെങ്കിലും കഴിക്കാൻ നമ്മൾ തിരക്ക് കൂട്ടും. ഇല്ലെങ്കിലോ 4 മണിക്ക് കഴിക്കും. എന്തോ ആ കാര്യം? കഴിച്ചില്ല ജീവിക്കാൻ പറ്റിയല്ല. യേശു ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു ആത്മീയ അവസ്ഥയിലോട്ട് നമ്മൾ ആയിത്തീരുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, യഥാർത്ഥ ക്രൂശിന്റെ ജീവിതം. ഇനി മാംസം തിന്നുക രക്തം കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് കർത്തൃമേശയിൽ ആ ഒരു പ്രതീകമുണ്ടെന്നല്ലാതെ കർത്തൃമേശ എടുക്കുന്നവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും എന്ന മീനിങ് എടുത്താൽ പണി പാളി. പിന്നെ എന്താ വാസ്തവത്തിൽ നോക്കാം. വാക്യം 60 മുതൽ വായിച്ചു വരുമ്പോൾ, അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ബൈബിൾ വായിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഒരാള് 60, 61, 62, 63 ഒന്ന് വായിക്കാമോ? അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിന വാക്ക്, ഇതാർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ അർത്ഥം? മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പോൾ ദൈവവചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും യേശുവിനെ ആഹരിക്കുന്ന അഥവാ ആസ്വദിക്കുന്ന, അനുഭവിക്കുന്ന ആ ദൈവ ജീവന്റെ അനുഭവമാണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായാൽ, ആഴ്ചയിലൊരിക്കലോ ആണ്ടിലൊരിക്കലോ ഉള്ള മതപരമായ ചടങ്ങിനപ്പുറം
യേശുവിനാൽ ജീവിക്കുന്നവൻ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയയില്ല. ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്നതാണ് കർത്താവിന്റെ ടീച്ചിങ്. അത് തന്നെയാണ് പത്രോസിന്റെ മറുപടി. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്റെ പക്കലേ ഉള്ളൂ. അതുകൊണ്ട് നിന്നെ വിട്ടു പോകാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഇതാണ് പത്രോസിന്റെ പ്രസിദ്ധമായ ഒന്നാമത്തെ ഏറ്റുപറച്ചിൽ. രണ്ടാമത്തെ ഏറ്റുപറച്ചിലേക്ക് നമുക്ക് പോകാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. യേശു ഫിലിപ്പിന്റെ കൈസര്യയുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന്, ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. മതി. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മതി. നമുക്ക് ശ്രദ്ധിക്കാം. പ്രസിദ്ധമായ രണ്ടാമത്തെ ഏറ്റുപറച്ചിൽ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. പത്രോസിനെ സമ്മതിക്കാം. പത്രോസിന്റെ പ്രത്യേകതയാണത്. ഒരു ചെറിയൊരു എന്നാ പറയാ, വാക്ക് ഉപയോഗിക്കാമെന്ന് അറിയാൻ മേല, ഒരു ഇച്ചിരി ഒരു പൊട്ടനാകാമെങ്കിൽ കർത്താവിനെ നമ്മളെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മിടുക്കന്മാരങ്ങനെ ചാടിക്കയറി ഒന്നും പറയുകയില്ല. ഒരു 2 വട്ടം ആലോചിച്ച് വെച്ചേ പറയുള്ളൂ. പുള്ളി അത്ര സ്മാർട്ട് അല്ലാത്തതുകൊണ്ട് പുള്ളി ചാടി അങ്ങ് പറഞ്ഞു. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെയാണല്ലോ വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കാനും ഒക്കെ തയ്യാറായത്. അങ്ങനെയും ഒരു എപ്പിസോഡ് നമുക്കുണ്ട്. അത് അവിടേക്ക് വരുമ്പം പറയാം. എടുത്തുചാട്ടങ്ങൾ. ഓക്കെ. ഈ ഏറ്റുപറച്ചിലും ഒരു ചോദ്യത്തിൽ നിന്ന കഴിഞ്ഞതും ഒരു ചോദ്യത്തിൽ നിന്ന, നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടോ? കർത്താവ് ചോദ്യങ്ങൾ ചോദിക്കും, വീണ്ടും വീണ്ടും ചോദിക്കും. കർത്താവ് ചോദ്യങ്ങൾ ചോദിക്കും, വീണ്ടും വീണ്ടും ചോദിക്കും. ഒന്നുകൂടെ പറയുന്നു, കർത്താവ് എന്നോടും നിങ്ങളോടും ചോദ്യങ്ങൾ ചോദിക്കും. നമുക്കൊത്തിരി ചോദ്യമുണ്ടല്ലേ. കർത്താവ് എന്നെ ഇങ്ങനെയൊക്കെ, എന്നാ എൻ്റെ കാര്യം ഒന്ന് തീർക്കുന്നത്, എപ്പോഴാ ശരിയാക്കുന്നത്? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിന്നോട് യേശുവിനും ചിലത് ചോദിക്കാനുണ്ട്. കർത്താവിന്റെ ചോദ്യം, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? അതറിയേണ്ടിയിട്ടല്ല, അതറിയാനല്ല, ഇതറിയാനാ. അതിൽ നിന്ന് ഇതിലോട്ട് വരിക. നിങ്ങൾ എന്തു പറയുന്നു? കർത്താവിന് അറിയേണ്ടത് ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഇരിക്കുന്ന 261 ഡിവൈസിലുള്ള ഓരോരുത്തരുടെയും കണ്ണിലേക്ക് നോക്കിയിട്ട് ചോദിക്കുക, നീ എന്നെ പറ്റി എന്താ മനസ്സിലാക്കിയിരിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. നെഞ്ചത്ത് കൈവച്ചോണ്ട് കർത്താവിന്റെ കണ്ണിലേക്ക് നോക്കി പറയാ, എന്താ ഉള്ളേ? ഹല്ലേലൂയ. നീ എന്നെ പറ്റി എന്നെ പോലെ സ്കറിയാച്ച മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അല്ല, എൻ്റെ അപ്പൻ ഏതാണ്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ എൻ്റെ അമ്മായിയപ്പൻ ദൈവത്തിൻ്റെ വലിയ അടുത്തയാളാ, ഒരു പ്രയോജനമില്ല. വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ്?
ഓരോരുത്തരോടും കർത്താവിന് ഈ ചോദ്യം ചോദിക്കണമെന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ദാവീദിനെയാണ്. ദാവീദിനെ പോലെ ഇങ്ങനെ ദൈവത്തിന് ഓമനപ്പേരിട്ട ഒരാള്. ഓമനപ്പേരെന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിൽ എന്ന് പറയുന്ന വാക്കാണേ. അതിലൊന്നും തിയോളജിക്കൽ മിസ്റ്റേക്ക് ഒന്നും കണ്ടുപിടിക്കില്ലേ. നമ്മൾ ഈ ഒരാളെ പല പേര് വിളിക്കുന്നത് എപ്പോഴാ? രണ്ട് സന്ദർഭത്തിലാണ്. ഒന്നെങ്കിൽ വല്ലാതെ ദേഷ്യം വരും, അല്ലെങ്കിൽ വല്ലാതെ സ്നേഹം വരും, അല്ലേ? ദേഷ്യം വരുമ്പം ഡിക്ഷണറിയിൽ ഇല്ലാത്ത പദമൊക്കെ വിളിക്കുന്നവരുണ്ട്, നമ്മളല്ല. സ്നേഹം വർദ്ധിക്കുമ്പോഴോ? എൻ്റെ ഈ പിള്ളേരൊക്കെ വലുതായി കല്യാണം കഴിച്ച് അവർക്ക് പിള്ളേരുണ്ട്. പക്ഷെ അവരെ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ പല പേരുകൾ വിളിച്ചത്, അന്ന് എൻ്റെ കൂടെ പ്രവർത്തിച്ചവരൊക്കെ ഇപ്പോഴും കൊച്ചുങ്ങളെ ആ പേരാ വിളിക്കുന്നത്. അന്ന് എൻ്റെ സഹപ്രവർത്തകരായിരുന്നവർ ഇപ്പൊ ഈ വലിയ പിള്ളേരെ ആ പഴയ പേരാ വിളിക്കുന്നത്. അതിങ്ങനെ ഓമനത്വത്തി വിളിക്കുന്ന കുറച്ച് പേരുകളുണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. 18-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് എടുത്താട്ടെ. സങ്കീർത്തനം 1-ാം വാക്യം. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വായിച്ചോ. എന്റെ ശൈലവും യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. ആമേൻ. കർത്താവിനെ കുറിച്ച് വ്യക്തിപരമായി നമുക്ക് എന്താ പറയാനുള്ളത്? ദാവീദിന് പറയാനുള്ളത്, ഒന്ന്, അവൻ എൻ്റെ ബലമാണ്, ശൈലമാണ്, കോട്ടയാണ്, രക്ഷകനാണ്, ദൈവമാണ്, പാറയാണ്, പരിചയാണ്, രക്ഷയായ കൊമ്പാണ്, ഗോപുരമാണ്. 9 ഓമന പേര് ഒറ്റ വാക്യത്തിൽ. ഇതാ മെഡിറ്റേഷനിലാ അത് വരുവുള്ളൂ. സ്നേഹത്തിന്റെ ധ്യാനത്തിലാണ് അത് വരുന്നത്. സ്തോത്രം. 9 പേര്. ദൈവം എനിക്ക് ആരാണ്? പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോട് ചേരുവാൻ. നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നു. സുന്ദരന മനോഹര. ഓമന പേരുകൾ സ്നേഹിക്കുന്ന ഹൃദയത്തിൽ നിന്ന് പൊട്ടിവിടരുന്നതാണത്. എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ. എൻ്റെ ദൈവം എൻ്റെ ബലമാണ്, സ്ട്രെങ്ത്. എൻ്റെ ദൈവം എൻ്റെ കോട്ടയാണ്, ഷെൽട്ടർ. എൻ്റെ ദൈവം എൻ്റെ രക്ഷകനാണ്, ശരണമാണ്, പാറയാണ്, പരിചയാണ്, ഗോപുരമാണ്. ഓ, എന്തൊരു! ഇതാണ് ആരാധന. വാസ്തവത്തിൽ ഇതാണ് ആരാധന. വർണ്ണിക്കുക. ഇന്ന് രാവിലെ ഈ ആരും കേൾക്കുന്നില്ല. നമ്മളും നമ്മുടെ വീട്ടിലുള്ള 1-2 പേരല്ലേ കേൾക്കുന്നുള്ളൂ. കർത്താവ് എനിക്കാരാ? കർത്താവ് എനിക്കാരാ? നിങ്ങൾ എന്നെ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു? സ്തോത്രം. ഈ ഏറ്റുപറച്ചിൽ എന്ന ആ സാധനം ഉണ്ടല്ലോ, കൺഫെഷൻ, അതിന് ഭയങ്കര പവറാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പവറുണ്ട് അതിന്. വിശദമാക്കാം. ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെ മിനിഞ്ഞാന്നോ, നമ്മുടെ അസംബ്ലിയിൽ ഒരു പ്രശ്നം ഉണ്ടായി. തിരുവനന്തപുരത്ത് കേരള അസംബ്ലിയിൽ ചെറിയൊരു പ്രശ്നം. എന്താ പ്രശ്നം? ഒരാള് സത്യപ്രതിജ്ഞ ചെയ്തതിനകത്തൊരു ചെറിയ അക്ഷരത്തെറ്റ്. വീണ്ടും തിരുത്തി പറയിപ്പിച്ചു.
ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കിയിട്ടുണ്ട്. പിന്നെ പറയാൻ പാടില്ലല്ലോ അത്. ഇത്രയും മുടക്കാവുന്ന നിയമമുണ്ട്, പക്ഷെ അത്രയൊന്നും അല്ല മുടക്കുന്നത്. അപ്പൊ കോടികൾ മുടക്കി ജയിച്ചതാ. ജയിച്ചില്ലെങ്കിൽ ഏറ്റു പറഞ്ഞിട്ടും കാര്യമില്ല, അല്ലേ? ജയിക്കാത്ത ഒരു 16 പ്രാവശ്യം ഏറ്റു പറഞ്ഞുകൊണ്ട് ഗുണമുണ്ടോ? ഇല്ല. ജയിച്ചവൻ ഏറ്റു പറഞ്ഞില്ലേലോ? ഏറ്റു പറഞ്ഞത് തെറ്റിയാലോ പിഴ കിട്ടേണ്ടി വരുമെന്നാ പറയുന്നത്. അപ്പം ഏറ്റുപറച്ചിലിന് പവർ ഉണ്ടല്ലേ? ഉണ്ട്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വരെ അദ്ദേഹം മന്ത്രിയല്ല. കോടികൾ മുടക്കി, അതൊക്കെ ശരിയാ. ഒപ്പിടാൻ ഒക്കുകയില്ല, പേപ്പറിൽ ഒപ്പിടാൻ ഒക്കുകയില്ല. അപ്പൊ സത്യപ്രതിജ്ഞയ്ക്ക് പവർ ഉണ്ടല്ലേ? ഉണ്ട്. ചെറുക്കനും പെണ്ണുമായിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. വർത്താനം പറയുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ മാരേജ് രജിസ്റ്ററിൽ ഒപ്പിടണമെങ്കിൽ ഏറ്റു പറയണം. ഏറ്റു പറയുന്നത് വരെ ഇതിനൊന്നും ഒരു വിലയില്ല. അപ്പൊ ഏറ്റുപറച്ചിലിന് ശക്തിയുണ്ടോ? ഉണ്ട്. നമ്മുടെ ഏറ്റുപറച്ചിലോ? നമ്മുടെ ഏറ്റുപറച്ചിൽ ഞാൻ 3 കാര്യത്തിൽ ഒതുക്കാം, 3 കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, നമ്മുടെ രക്ഷയെ നമ്മൾ ഏറ്റുപറഞ്ഞതാ. ഏറ്റുപറച്ചിലൂടെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. റോമർ 10:9-10 എഴുതിയിട്ടാ മതി. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറയണം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പ്രമാണിമാരിൽ തന്നെ പലരും അവന്റെ നാമത്തെ വിശ്വസിച്ചു എങ്കിലും പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല എന്നൊരു വാക്യമുണ്ട്. വായിക്കുമ്പം സങ്കടം തോന്നും. 12:42 എന്നിട്ടും പ്രമാണികളിൽ തന്നെ അനേകർ അവനിൽ വിശ്വസിച്ചു, പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല. അപ്പൊ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടും, അല്ലേ? ഏറ്റു പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടും, ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടും. ബൈബിളിൽ അത് നോട്ട് ചെയ്തു എന്ന്. ഏറ്റു പറഞ്ഞില്ല, പക്ഷെ അവര് വിശ്വസിച്ചു. അപ്പൊ അവർ രക്ഷിക്കപ്പെട്ടോ? ഇല്ല എന്നാ സത്യം. ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഏറ്റുപറച്ചില് വളരെ പ്രധാനമാണ്, വിശ്വസിക്കുന്ന പോലെ തന്നെ. അപ്പോ നമ്മുടെ രക്ഷയുടെ ഫൗണ്ടേഷൻ ഏറ്റുപറച്ചിലാണ്. ഓക്കെ. രണ്ടാമത്, എബ്രായ ലേഖനത്തിലെ ഒരു പ്രസിദ്ധമായ വാക്യമാണ്, അതുകൊണ്ട് നാം അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിപ്പീൻ. എബ്രായർ 13:15. അപ്പോൾ സ്തോത്രം പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കർത്താവിന്റെ നാമത്തെ ഏറ്റുപറയുക. അതുകൊണ്ട് നാം അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണം. സ്തോത്രം കുറയ്ക്കണ്ട കേട്ടോ. നെയ്യപ്പത്തിന് നെയ്യ് അധികം ആവൂല, പക്ഷെ ഇപ്പൊ പാമോയിലാന്നേ ഉള്ളൂ. സ്തോത്രം കുറയ്ക്കണ്ട, ബാക്കി എന്ത് വേണേ കുറഞ്ഞോട്ടെ. സ്തോത്രം കുറയ്ക്കണ്ട. കൂടുതൽ ഫാഷനൊന്നും നമുക്ക് വേണ്ട, വേറെ ആരുടെയും സ്റ്റൈലും നമുക്ക് വേണ്ട. ഇംഗ്ലീഷുകാർ പറയുന്ന പോലെ ഒന്നും സ്തോത്രം പറയണമെന്നില്ല. അവനവന്റെ ഭാഷയിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഹൃദയത്തിൽ നിന്ന് പറയണം. എണ്ണിക്കൊണ്ട് സ്തോത്രം പറഞ്ഞിട്ടുള്ള എത്ര പേരുണ്ട്? ഞാനൊരു ദിവസം വെളുപ്പിന് വേദോത്സവം വായിക്കുമ്പോൾ ശലോമോൻ അന്ന് യഹോവയ്ക്ക് 1000 ഹോമയാഗം കഴിച്ചു എന്ന് വായിച്ചു. വീണ്ടും താഴെ എഴുതിയിരിക്കുന്നു, അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് എന്ത് വേണേലും ചോദിച്ചോളാൻ പറഞ്ഞു. ആ വാക്യം അന്ന് എനിക്കൊരു പുതിയ വെളിപ്പാടായിരുന്നു. 1000 ഹോമയാഗം കഴിച്ചാൽ തമ്പുരാൻ എന്തേലും ഇങ്ങോട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഹോമയാഗത്തിന് 10,000 രൂപ ചെലവ് വെച്ച് കൂട്ടിക്കേ. 10,000-ഒന്നും നടക്കുകയില്ല. ഇന്നത്തെ മൃഗത്തിന്റെ വില വെച്ചാ ഞാൻ പറയുന്നത്. ഇന്നത്തെ മൃഗങ്ങളുടെ വില വെച്ച് പറയുക. ഇത് 1 പൈസ മുടക്കില്ല. ഒരു സ്തോത്രം ചൊവ്വേ പറഞ്ഞാൽ ഒരു യാഗത്തിന്റെ വിലയാ. പക്ഷെ അത് ആത്മാർത്ഥമായിട്ട് പറയണം. ഈ കാണുമ്പം കയ്യെ പിടിച്ചിട്ട് പറയുന്നത് ആ സ്തോത്രം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
സ്തോത്രം. വീട്ടിൽ മുതിർന്നവർ വരുമ്പം പിള്ളേരോട് പറയും, മോനെ അപ്പച്ചന് സ്തോത്രം കൊട്. അതൊക്കെ നമ്മുടെ ഒരു ഭാഷയെന്നേ ഉള്ളൂ. അപ്പച്ചന് സ്തോത്രം ഒന്നും കൊടുക്കരുത്, ദൈവത്തിന് മാത്രമേ കൊടുക്കാവുള്ളൂ. സ്തോത്രം. അതൊക്കെ ഒരു ഭാഷാ പ്രശ്നം, സാരമില്ല. അപ്പോ അതുകൊണ്ട് നാം അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണം. സ്തോത്രം കുറയ്ക്കണ്ട കേട്ടോ. കോവിഡ് ആണേലും കുറയ്ക്കണ്ട. ആരാധന ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ആരാധന കുറഞ്ഞിട്ടില്ല, ആരാധന കൂടുക ഈ സമയത്ത് ചെയ്തത്. മറ്റേത് വെറും ചടങ്ങായിരുന്നു. ഇപ്പൊ എന്നെ ശക്തമായ ആരാധന. ഹല്ലേലൂയ, ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ഏറ്റുപറച്ചിൽ, സ്തോത്രം, 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 സ്തോത്രം. പരിശീലിച്ച് നോക്കിയോ, ഭയങ്കര എനർജിയാ. ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും, ഉറപ്പായി പറയുന്നത്. ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും, സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും, ഫിസിക്കൽ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. ഒരു സംശയം വേണ്ട. വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കും. ഓക്കെ. മൂന്നാമത്തെ ഏറ്റുപറച്ചിൽ എന്നാ? നമുക്കറിയാവുന്ന വാക്യായതുകൊണ്ട് നമ്പർ അങ്ങ് പറയാം. എബ്രായർ 13:6. യഹോവയുടെ പക്ഷത്തുനിന്ന് ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നു. അതല്ല വിഷയം, എഴുതിയിട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് കാര്യമില്ല എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അവിടെയാണ് അതിന്റെ ക്ലൂ കിടക്കുന്നത്. എഴുതിയിട്ടുണ്ട്, എത്രയോ കൊല്ലം മുമ്പ് എഴുതിയത്. അതുകൊണ്ട് തനിക്ക് എന്താ പ്രയോജനം? എബ്രായർ 13:6. ആകയാൽ കർത്താവ് എനിക്ക് തുണ, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അത് എഴുതിയത് എന്നാ? അത് ദാവീദ് എഴുതിയതാ. എത്ര കൊല്ലം മുമ്പ് എഴുതിയതാ? കുറഞ്ഞ കണക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാ അല്ലേ? സ്തോത്രം. അപ്പോ ആ വാക്ക് ഇന്ന് ജൂൺ മാസം 5-ാം തീയതി ഇന്ന് താങ്കൾ ഏറ്റു പറഞ്ഞാൽ താങ്കൾക്കത് എഫക്ട് ചെയ്യും. താങ്കൾക്കത് സൗഖ്യമായി മാറും, ബലമായി മാറും. അപ്പൊ എന്ത് ഏറ്റു പറയണം? വചനം ഏറ്റു പറയണം, വാഗ്ദത്തം ഏറ്റു പറയണം, രക്ഷ ഏറ്റു പറയണം, അവന്റെ നാമത്തെ ഏറ്റു പറയണം. ഏറ്റുപറച്ചിലിന് ശക്തിയുണ്ട്. ഇന്ന് നമ്മൾ 2 ഭാഗം ധ്യാനിച്ചു. ഒന്നാമത്തേത്, കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വഴികൾ നിന്റെ പക്കലാണ്. രണ്ടാമത്തേത്, കർത്താവ് എനിക്ക് ആരാണ് എന്ന ഏറ്റുപറച്ചിൽ. ദാവീദിന് കർത്താവിനെ കുറിച്ച് പറയാൻ ഒത്തിരി വാക്കുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ വായിച്ചുള്ളൂ. ഒരൊറ്റ വേദഭാഗത്തിൽ നിന്ന് 7-8 കാണിച്ചു. നമുക്ക് 1 സെക്കൻഡ് കണ്ണടയ്ക്കാം. പത്രോസിന്റെ ഏറ്റുപറച്ചിലിന് പാരിതോഷികമായിട്ട് കർത്താവ് കൊടുത്തത് എന്താന്ന് നോക്കാം. കർത്താവ് കൊടുത്തത് ഒരു താക്കോലാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൂത് കൈമാറുക. താക്കോല് വേണ്ട ആരെങ്കിലും ഉണ്ടോ ഇന്നിവിടെ? താക്കോലെന്ന് പറയുന്നത് പവറാണ്. താക്കോലുള്ളവനാണ് ധൈര്യമുള്ളവൻ. താക്കോലുള്ളവന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. ട്രഷറിയുടെ താക്കോൽ ആരുടെ കയ്യിലാ? വീടിന്റെ താക്കോൽ ആരുടെ കയ്യിലാ? അവനെ ആ ആളുകൾ ട്രസ്റ്റ് ചെയ്യത്തുള്ളൂ. ഏറ്റുപറച്ചിൽ നോക്കിയിട്ട് ചിലത് കൈമാറുവാൻ സ്വർഗം കാത്തിരിക്കുന്നു. രാവിലെ നിന്റെ ഏറ്റുപറച്ചിൽ നോക്കിയിട്ട് ചിലത് കൈമാറുക, ഒരു അധികാര കൈമാറ്റം. യേശുവിന്റെ നാമത്തില് ആരാധനാ സ്വാതന്ത്ര്യമില്ലാത്ത ഈ ഒരു സമയത്ത് വീടുകളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം ധ്യാനിക്കുമ്പോൾ ചില കൈമാറ്റങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. അത് ആളുകളുടെ മേൽ വന്ന് വീഴട്ടെ ഒരു പുതപ്പ് പോലെ. അതവരിന്ന് പ്രാപിക്കട്ടെ ചില കൈമാറ്റങ്ങൾ, അധികാര കൈമാറ്റങ്ങൾ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഓ ജീസസ്, നിങ്ങൾക്കത് റിസീവ് ചെയ്യാം. കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞുകൊണ്ട് അത് കർത്താവേ ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറയാം. ഇന്ന് ചില അധികാര കൈമാറ്റങ്ങൾ കർത്താവ് നടത്തുകയാണ്. ആമേൻ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ
സ്വർഗരാജ്യത്തിന്റെ അല്ലേ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചെറിയ പഞ്ചായത്തിന്റെ ഭരണം കിട്ടാൻ എന്തോരം ബത്തപ്പാടുകൾ ആളുകൾ ചെയ്യുമ്പോഴാ തമ്പുരാൻ പറയുന്ന സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. അത് പത്രോസിന് മാത്രമല്ല കൊടുത്തത്. ദുരുപദേശങ്ങൾ അതിനകത്തോടെ എല്ലാത്തിനകത്തോടെയും വഴിതെറ്റിയ പഠിപ്പീര് വരും. അത് സൂക്ഷിക്കണം. നോക്കൂ, നമുക്കും കിട്ടുന്നുണ്ട് 18:18. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അതാണ് പത്രോസിനും കൊടുത്തത്. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിയും. എന്താ അർത്ഥം? അപ്രൂവൽ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവ പൈതൽ ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അതിന്റെ മുകളിലോട്ട് സ്വർഗം ഒരു സീലങ്ങടിക്കും. അപ്രൂവ്ഡ് എന്നും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതാണ് അതിന്റെ അർത്ഥം. ഒരു ദൈവ പൈതൽ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ സ്വർഗം അതിന്റെ മുകളിലോട്ട് ഒരു സീലങ്ങടിക്കുകയാണ്. അത് പാസ്സായിരിക്കുക അവന്. പിന്നെ ആ പേപ്പർ ക്യാൻസൽ ചെയ്യാൻ ഉലകത്തിൽ ആർക്കും കഴിയില്ല. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. അധികാര കൈമാറ്റം. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. കെട്ടാനും അഴിക്കാനും സഭയ്ക്ക് അധികാരമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം, കരയണം, നിലവിളിക്കണം, അതൊക്കെ ശരിയാ. പക്ഷെ നമ്മൾ അധികാരം ഉപയോഗിക്കണം എന്ന കാര്യം മറക്കരുത്. സഭ എഴുന്നേൽക്കണം, സഭ അധികാരം ഉപയോഗിക്കണം. യേശു കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സകല അധികാരങ്ങൾക്കും മീതെ ഇരുത്തിയിട്ട് സഭയ്ക്ക് കൊടുത്തു. എഫേസ്യ ലേഖനം വളരെ ക്ലിയർ ആയിട്ട് ആ കാര്യം പഠിപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനം വളരെ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുക, അല്ലാതെ ഒരു അർത്ഥശങ്ക അവശേഷിപ്പിച്ചിട്ടില്ല. എഫേസ്യർ 1:20 അങ്ങനെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലും വ്യാപരിച്ചു, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി. അത്രയും കർത്താവിനെ കുറിച്ചാണ്. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം മുഴുവനും പവറ് യേശുവിന് കൊടുത്തു. ആ യേശുവിനെ സഭയ്ക്ക് കൊടുത്തു. എങ്കിൽ പവർ ആർക്കാണ്? ഈജിപ്തിന്റെ ചക്രവർത്തി തന്റെ കയ്യെ കിടന്ന മോതിരമൂരിയിട്ട് ജയിലിൽ കിടന്ന അടിമച്ചെറുക്കന്റെ വിരലിലോട്ട് ഇടുന്ന ഒരു രംഗം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. അത് വായിക്കുമ്പോഴെല്ലാം ശരീരത്തിൽ ഇങ്ങനെ രോമാഞ്ചം കൊള്ളും. കുട്ടിക്കാലം മുതൽ മുറിവുകളും സങ്കടങ്ങളും വേദനകളും മാത്രം അനുഭവിച്ച് വളർന്ന ഒരു ചെറുക്കനാണ് ജോസഫ്. ഒത്തിരി ഉണങ്ങാത്ത മുറിവുകളും സങ്കടങ്ങളും അവന് പറയാനുണ്ട്. പക്ഷെ അവൻ ആരോടും പറഞ്ഞിട്ടില്ല. അവൻ കരയുന്നതായിട്ട് ബൈബിളിൽ കാണുന്നേയില്ല. പക്ഷെ അവനോളം കരയാൻ വിധിക്കപ്പെട്ട ആരുമില്ല. കാരണം അവൻ ഒരു ദോഷവും ചെയ്യാത്ത കുട്ടിയാണ്. കുട്ടിക്കാലം മുതൽ ഒത്തിരി ദണ്ഡനങ്ങൾ അനുഭവിച്ചു. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നു. അതും പറയാൻ കൊള്ളാത്ത വൃത്തികെട്ട കേസ് അവന്റെ പേരിൽ വന്നു. പക്ഷേ ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്.
നിന്ദിക്കപ്പെടാൻ ഒരു സമയം, അവഗണിക്കപ്പെടാൻ ഒരു സമയം, മുറിവേൽക്കാൻ ഒരു സമയം, ആദരിക്കപ്പെടാനും ഒരു സമയമുണ്ട്. There is a time for healing. There is a time for honoring. ഉയർത്താൻ ഒരു സമയമുണ്ട്, സൗഖ്യമാക്കാൻ ഒരു സമയമുണ്ട്. പെട്ടെന്നായിരുന്നു ചക്രവർത്തി സ്വപ്നം കാണുന്നു. സ്വപ്നത്തിന്റെ അർത്ഥം അറിയാതെ വിഷമിക്കുന്നു. എല്ലാം ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. പ്രിയപ്പെട്ടവരെ, കൺട്രോള് സ്വർഗത്തിലാന്നേ. കൺട്രോള്, റിമോട്ട് കർത്താവിന്റെ കയ്യിലാന്നേ. കാര്യം ഇന്ന് വേണേ വഴിതിരിച്ചു വിടാൻ പറ്റും ദൈവത്തിന്. ഇന്ന് ഈ മിനിറ്റിൽ കാര്യങ്ങളെ വഴിതിരിച്ചു വിടാൻ പറ്റും. രാജാവ് സ്വപ്നം കാണുന്നു, വ്യാഖ്യാനിക്കാൻ ആളില്ലാതെ വരുന്നു. ഒരുത്തൻ ഓടിച്ചെന്ന് പറയുന്നു, സ്വപ്ന വ്യാഖ്യാനത്തിന് കഴിവുള്ള ഒരാള് സെൻട്രൽ ജയിലിൽ കിടപ്പുണ്ട്. സ്വപ്ന വ്യാഖ്യാനത്തിന് കഴിവുള്ള സെൻട്രൽ ജയിലിലാണോ കിടക്കണ്ടേ? എന്നാ പറയാനാ, അങ്ങനെ ആയിപ്പോയി. വേഗം ചെല്ലേ, അഴിച്ചു വിട്ടോണ്ട് വാ. ഒരു ടൈമുണ്ട്, എല്ലാത്തിനും ഒരു ടൈമുണ്ട്. വെറും ക്ലാസ് അല്ല, മെസ്സേജാ പറയുന്നത്, ദൂതാ പറയുന്നത്. ഒരു സമയമുണ്ട്. ശുശ്രൂഷയിലേക്ക് ചിലരെ കർത്താവ് കൈപിടിച്ചുയർത്തുന്ന നിമിഷങ്ങളായിരിക്കും ഇത്. ജയിലിന്റെ സമയം തീരുന്നു. അഴിക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട് വേണ്ടതുപോലെ ചിറകടിക്കാൻ കഴിയാതെ, പ്രയോജനപ്പെടാൻ കഴിയാതെ, ഉപയോഗിക്കപ്പെടാൻ കഴിയാതെ എല്ലാ താലന്തുകളുമായി അഴിക്കുള്ളിൽ അടിച്ചൊതുക്കപ്പെട്ട് കിടന്ന ഒരു സമയമുണ്ട്. അത് തീരുന്നു. ചങ്ങലകൾ അഴിക്കുകയാണ്, ലോക്കുകൾ അഴിച്ച് പുറത്തു കൊണ്ടുവരികയാണ്, ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നേരെ കൊട്ടാരത്തിലെത്തുന്നു. ഹല്ലേലൂയ. എന്റെ പൊന്നുമോനെ, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഒരു പ്രയാസവും ഇല്ല. മറുപടി മാത്രമല്ല, പെട്ടെന്ന് ആള് ഹോം മിനിസ്റ്റർ ആവുകയാണ്. ദൈവത്തിന്റെ കാര്യപരിപാടികൾ എന്തോ. ഒരു കൊച്ചു സ്വപ്നത്തെ തുടങ്ങി ഒരു അടിമച്ചെറുക്കൻ, ഒരു ക്രിമിനല് എന്ന് തെറ്റിദ്ധരിച്ചവന്റെ മുറിവുകൾ മുഴുവൻ ഉണക്കപ്പെടുകയും അവനൊരു രാഷ്ട്രത്തിന്റെ തലവനായി മാറുകയും ചെയ്യുകയാണ്. ആ മോതിരം അങ്ങോട്ട് ഇട്ടപ്പം, ചക്രവർത്തിയുടെ മോതിരം ഒരു കയ്യിലോട്ട് ഇട്ടുകൊടുത്തു. നീ ഇത്, അന്നത്തെ സീൽ എന്ന് പറയുന്നത് ആ മോതിരമാണ്, പവറാണത്, അധികാര കൈമാറ്റമാണ്. പരിശുദ്ധാത്മാവ് ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി പ്രത്യേകം തരുന്ന ഒരു ദൂതാണിത്. ഒരു അധികാര കൈമാറ്റം പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഇന്ത്യൻ സഭയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആത്മാവിൽ തിരിച്ചറിയുന്നവർ അത് പ്രാപിച്ചുകൊള്ളുക. ഏറ്റുപറച്ചിൽ കർത്താവ് സ്വീകരിച്ചപ്പോൾ താക്കോല് കയ്യിലോട്ട് കൊടുത്തു. അധികാര കൈമാറ്റം. ആമേൻ. സഭ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, കരയണം. അത് മാത്രം പോരാ, സഭ അധികാരം ഉപയോഗിക്കണം. ഞാന് എൻ്റെ കാറിന്റെ താക്കോല് എൻ്റെ സഹോദരന്റെ കയ്യിലോട്ട്, എൻ്റെ സ്നേഹിതന്റെ കയ്യിലോട്ട് കൊടുത്താൽ പിന്നെ ഞാൻ വണ്ടിയെ ഇരുന്നുകൊണ്ട് ബ്രേക്ക് ചവിട്ടാനൊന്നും പറ്റുകയില്ല. ചവിട്ടിയാൽ വെറുതെ എൻ്റെ കാല് പോകുന്നേ ഉള്ളൂ. ദൈവം തമ്പുരാൻ താക്കോല് സഭയ്ക്ക് തന്നാൽ സഭ അത് ഉപയോഗിക്കണം. കർത്താവെ സഹായിക്കണേ, കർത്താവെ സഹായിക്കണേ, കർത്താവെ സഹായിക്കണേ. ഇത് മാത്രം പറഞ്ഞാൽ പോരെന്നാ പറയുന്നേ. ഈ ഉപദേശം പഠിപ്പിക്കാതെ പഠിക്കുവോ? കർത്താവ് സഹായിച്ചിരിക്കുക. സഭ ഒരുമിച്ചെഴുന്നേറ്റ് കൽപ്പിക്കേണ്ട സമയമാണിത്. ചിലതിൻ്റെ മേൽ ജയം പ്രഖ്യാപിക്കേണ്ട സമയമാണിത്. അധികാരം നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയും. സഭയ്ക്ക് പവറുണ്ട്. പവർ ഓഫ് അറ്റോർണി എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. കർത്താവ് അധികാരം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ഏറ്റുപറച്ചിൽ നമ്മെ അധികാരത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ, നമ്മൾ പത്രോസിന്റെ 3-ാമത്തെ ഏറ്റുപറച്ചിലോട്ട് പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം.
15, 16, 17 വാക്യങ്ങൾ വായിക്കും. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ച്, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. പത്രോസിന്റെ പ്രസിദ്ധമായ മൂന്നാമത്തെ ഏറ്റുപറച്ചിൽ അതൊറ്റ കാര്യമാണ്, ഐ ലവ് യു ലോർഡ്. നമുക്കും ഈ പ്രഭാതത്തിൽ അങ്ങനെ ഏറ്റുപറയാൻ കഴിയട്ടെ. നമ്മൾ നേരത്തെ വായിച്ച 18 സങ്കീർത്തനവും അങ്ങനെയാണ്. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമുക്കിന്ന് രാവിലെ ഹൃദയം തുറന്ന കൈ ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. I love you, Jesus. I love you, Lord. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ 100 കണക്കിന് ഗാനങ്ങൾ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചുള്ളതാണ്. Praise the Lord. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അങ്ങനെയുള്ള 100 കണക്കിന്. പ്രൈസ് ദി ലോർഡ്. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കുന്നില്ല ഞാൻ യേശുവേ. എത്ര നല്ല പ്രേമഗീതങ്ങൾ ഈ അടുത്ത കാലത്ത് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. അത് ഭക്തന്മാര് അവരുടെ ധ്യാനത്തിൽ എഴുതിയതാണ്. സ്തോത്രം. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് കർത്താവിനോട് പറയാം. അങ്ങനെ പറയുന്നത് കർത്താവിന് ഇഷ്ടമാണോ? അതെ. നിങ്ങൾ പേരൻസ് അല്ലേ? പലരും പേരൻസ് ആണല്ലോ. നിങ്ങളുടെ മക്കള് നിങ്ങളവിടെ ഐ ലവ് യു ഡാഡി എന്ന് പറയുമ്പോൾ എന്തൊരു സുഖം അല്ലേ? ഞാനൊരു സ്റ്റോറി വായിച്ചത് പറയാം. ഒരു മനുഷ്യനോട് നല്ല പുത്തൻ കാറ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. പുള്ളി എല്ലാ ദിവസവും അതിൻ്റെ ടയർ മുതൽ മുകൾ വരെ കഴുകും. അങ്ങനെ ഒരു ദിവസം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മോനും കഴുകാൻ കൂടി. കഴുകുന്നതിനിടയിൽ അവനൊരു ചെറിയ ഇരുമ്പ് കഷ്ണം കൊണ്ട് ആ കാറെ കുത്തി വരച്ചു. നിങ്ങളാണേലും ഞാനാണേലും സഹിക്കുകയില്ല. ദേഷ്യം വന്നിട്ട് കയ്യിലിരുന്ന സ്പാനർ കൊണ്ട് ആ കൊച്ചിന്റെ കൈ തല്ലി വിരലൊടിച്ചു. പിന്നെ ആശുപത്രി കൊണ്ടുപോയി പ്ലാസ്റ്ററൊക്കെ ഇട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഈ കാറയിൽ എന്നാ കുത്തി വരച്ചത് നോക്കാൻ ചെന്നപ്പോ എന്നാന്നറിയാവോ? ഐ ലവ് യു ലാഡി, ഐ ലവ് യു ഡാഡി എന്നാണ്. പാവാ മനുഷ്യൻ ആ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എൻ്റെ മോനെ, 100 കാറിനേക്കാൾ എനിക്ക് വലുതാണ് നീ.
പ്രൈസ് ദി ലോർഡ്. അവൻ കുത്തിവരച്ചതാണെങ്കിലും അവൻ എഴുതിയ വാക്കെന്താണെന്നറിയോ? ഐ ലവ് യു ഡാഡി. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് കുറവുകൾ ഉണ്ടെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും ഇന്ന് രാവിലെ പറ, ഐ ലവ് യു ഡാഡി. പ്രൈസ് ദി ലോർഡ്. ഐ ലവ് യു ജീസസ്. അതിനേക്കാൾ വലിയ ആരാധന എന്താ ഉള്ളേ? അതിനേക്കാൾ വലിയ യാഗം എന്താ ഉള്ളേ? അതിനേക്കാൾ വലിയ സ്തോത്രകാഴ്ച എന്താ ഉള്ളേ? ഐ ലവ് യു ഡാഡി. പ്രൈസ് ദി ലോർഡ്. 3 പ്രാവശ്യം പറയണോ? 3 അല്ല, 3 ലക്ഷം പ്രാവശ്യം പറഞ്ഞാലും കുഴപ്പമില്ല. കർത്താവിനത് കേൾക്കുന്ന ഇഷ്ടമായോണ്ടല്ലേ ആവർത്തിച്ച് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് ആദ്യം അത് പറഞ്ഞ് ശീലിക്കാം. നടക്കുമ്പോഴൊക്കെ അത് പറഞ്ഞു തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഐ ലവ് യു ജീസസ്. ഐ ലവ് യു ജീസസ്. ഐ ലവ് യു ജീസസ്. മഗ്ദലക്കാരത്തി മറിയ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ തുറന്നു കിടക്കുന്ന കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവൾ തിരിച്ചോടി. മൂപ്പന്മാരെ അറിയിക്കണ്ടേ? അവരല്ലേ ചർച്ചിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ. പാവപ്പെട്ട സഹോദരിക്ക് പവറൊന്നുമില്ലല്ലോ, സ്നേഹമല്ലേ ഉള്ളൂ. താക്കോലൊക്കെ ഉള്ളവരെ ചെന്ന് തട്ടി എഴുന്നേപ്പിച്ചുകൊണ്ട് വന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ നോക്കട്ടെ. ഒഫീഷ്യലായിട്ടൊരു സെർച്ചിങ് എൻക്വയറി നടത്തി. അകത്തെല്ലാം കയറി നോക്കി, ഒന്നും കണ്ടില്ല. അടുത്ത വാക്യം എന്നാന്നറിയോ? അവര് പോയെന്ന്. അത്രേ ഉള്ളൂ, അവര് പോയി. അടുത്ത വാക്യം എന്നാന്നറിയോ? എന്റെ ഭാഷ പറയാം, അവള് പോയില്ല. പോകുന്നവരുമുണ്ട്, പോകാൻ പറ്റാത്തവരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവള് പോയില്ല. ഹല്ലേലൂയ. ഞാൻ പണ്ടൊരു ലേഖനം എഴുതി, സെമിത്തേരിയിൽ നിന്ന് ഒടുവിൽ പിരിയുന്നവർ എന്നൊരു ലേഖനം എഴുതി. അതായത് മരണവീട്ടിൽ, ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് ആരും മരണവീട്ടിലൊന്നും വരികയില്ല. പണ്ട് മരണവീട്ടിൽ 1000 പേരുണ്ട്. ഞങ്ങളൊക്കെ ബോഡി എടുക്കാൻ നേരത്ത് പറയും, ദയവ് ചെയ്ത് എല്ലാവരും സെമിത്തേരി വരണമെന്ന്. പക്ഷെ വരികയില്ല. 1000 പേരെന്നുള്ളത് സെമിത്തേരി വരുമ്പോൾ 100 ആകും. ആ 100 എന്നുള്ളത് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പോൾ 30 ആകും, 20 ആകും, 10 ആകും, 5 ആകും, 2 ആകും, 1 ആകും. ആ ഒരാൾ അവിടെ ഇരിക്കും. ആ ഒരാളെ പിന്നെ എടുത്തോണ്ട് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സെമിത്തേരിയിൽ നിന്ന് ഒടുവിൽ പോകുന്നവർ. ഇതൊരു സെമിത്തേരിയാണ്. മേരി പോയില്ല, അവള് നിൽക്കുക. ഈ നിപ്പ് കണ്ടിട്ട് മെസ്സിയ തമ്പുരാന്റെ പോലും ചങ്ക് തകർന്നെന്ന് എനിക്ക് തോന്നുന്നു. ആ നിപ്പ് കണ്ടിട്ട് കർത്താവ് ഒരു സ്പെഷ്യൽ പ്രത്യക്ഷത അനുവദിച്ചു. അവളെ വിളിച്ചു, പേര് ചൊല്ലി വിളിച്ചു. അവള് ചോദിക്കുക, നീ തോട്ടക്കാരനാണെങ്കിൽ എന്റെ കർത്താവിനെ എടുത്തോണ്ട് പോയെങ്കിൽ എവിടെയാ വെച്ചെന്ന് പറ, ഞാൻ കൊണ്ടുകൊള്ളാം. ഇതാണ് ആരാധന. 33 വയസ്സുള്ള ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി എടുത്തോണ്ട് പോകാൻ ഒരു സ്ത്രീയെ കൊണ്ട് പറ്റുകയില്ല. 5 സ്ത്രീയെ കൊണ്ട് പറ്റത്തില്ല. ആരോഗ്യമുള്ള 4 ചെറുപ്പക്കാർ വേണം ഒരു ബോഡി പിടിക്കണമെങ്കിൽ. പക്ഷെ ഇതൊന്നും അവള് ചിന്തിക്കുന്നില്ല. യജമാനനെ, നീ അവനെ എടുത്തോണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് പറ, ഞാൻ കൊണ്ടുപോയിക്കോളാം. പ്രൈസ് ദി ലോർഡ്. എന്തൊരു സ്നേഹല്ലേ. ഇന്ന് രാവിലെ കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഞാൻ അതല്ല മോനെ ചോദിച്ചേ, പിന്നെന്താ? മോർ ദാൻ ദീസ്, അതാ ഞാൻ ചോദിച്ചത്. സൈമൺ, സൺ ഓഫ് ജോൺ, ഡു യു ലവ് മീ
മോർ ദാൻ ദീസ്, ഇവയിലധികമായി, ഈ പടകിനേക്കാൾ, ഈ വലയേക്കാൾ, ഈ മീനിനേക്കാൾ, ഈ സ്നേഹിതരേക്കാൾ, നിന്റെ ജീവനേക്കാൾ. Praise the Lord. അതുകൊണ്ടാണ് 3 പ്രാവശ്യം ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ, സ്നേഹിക്കുന്നു. അതല്ല ചോദ്യം. ഇവയിൽ അധികമായി, ഇവയിൽ അധികമായി. ഇന്ന് രാവിലെ നമുക്കുള്ള ഓരോന്നേലും തൊട്ടിട്ട് പറയണം, ഇതിനേക്കാൾ അധികമായി, ഇതിനേക്കാൾ അധികമായി, ഇതിനേക്കാൾ അധികമായി, ഇതിനേക്കാൾ അധികമായി. ഏറ്റവും ഒടുവിൽ സ്വന്തം പ്രാണനെ തൊട്ടിട്ട് പറയണം, ഇതിനേക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. Praise the Lord. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ബൈബിൾ ഒരു സ്നേഹകാവ്യമാണ്. ഗാഡ് ഈസ് ലവ് എന്ന വാക്യം 2 പ്രാവശ്യമുണ്ട്. ദൈവം സ്നേഹം തന്നെ. ദൈവത്തെ സേവിക്കുന്നത് സ്നേഹത്തിൽ നിന്ന് വേണം. ദൈവത്തെ ആരാധിക്കുന്നത് സ്നേഹത്തിൽ നിന്ന് വേണം. ദൈവവേല ചെയ്യുന്നതും സ്നേഹത്തിൽ നിന്ന് വേണം. 2 കൊരിന്ത്യർ 5:14 അപ്പോസ്തലൻ പറയുന്നൊരു വാക്ക്, ഇറ്റ് ഈസ് വെരി പവർഫുൾ. ആ വാക്ക് ഇതാണ്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മിഷണറി ആയത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരൊറ്റ ഉപദേശിമാരില്ലാത്ത സ്ഥലത്തോട്ട് പോകാൻ തയ്യാറായത്. അതുകൊണ്ടാണ് ഒരൊറ്റ സഭയില്ലാത്ത സ്ഥലത്തോട്ട് സഭ വിട്ടേച്ചു പോകാൻ തയ്യാറായത്. സഭകൾ സ്ഥാപിച്ച് എസ്റ്റാബ്ലിഷ്ഡ് ചർച്ച ആയി കഴിയുമ്പോൾ അവിടുന്ന് മൂവ് ചെയ്യുക. ട്രാൻസ്ഫർ വരാൻ നോക്കിയിരിക്കുകയല്ല, അവിടുന്ന് മൂവ് ചെയ്യുക. എന്തിനാ? സ്നേഹം നിർബന്ധിക്കുക, സ്നേഹം നിർബന്ധിക്കുക. സഭയില്ലാത്ത സ്ഥലത്തേക്ക് പോകുന്നത് എന്തുകൊണ്ട്? ദൈവത്തിന്റെ സ്നേഹം നിർബന്ധിക്കുക. വേലയില്ലാത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് കാലുകൾ കൊതിക്കുന്നത് എന്തുകൊണ്ട്? ദൈവത്തിന്റെ സ്നേഹം നിർബന്ധിക്കുക. സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് പോകാൻ പൗലോസ് നിർബന്ധിക്കപ്പെടുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ കടക്കാരനാണ്. യവനന്മാർക്കും ബർബരന്മാർക്കും, ജ്ഞാനികൾക്കും വിവേകികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാണ്. എന്തുകൊണ്ട്? ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിക്കുന്നു. എന്റെ ബലമായ യഹോവയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പത്രോസേ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം പറഞ്ഞു. സ്തോത്രം. ആ സ്നേഹത്തിനകത്തു നിന്നാണ് ആരാധന വെളിപ്പെടുന്നത്. ആ സ്നേഹത്തിനകത്തു നിന്നാണ് സുവിശേഷ വേല. സ്നേഹത്തിൽ നല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം വൈൻഡപ്പ് ചെയ്യണം എന്ന് ശുശ്രൂഷയിലെ ഒരു പരിചയം ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളോട് പറയുകയാണ്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നല്ലാതെ സുവിശേഷ വേല ചെയ്യണ്ട. ദൈവത്തിന് വേറെ ആളെ കിട്ടും കേട്ടോ. ദൈവത്തിന് വേറെ ആളെ കിട്ടും. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നല്ലാതെ കർത്താവിന്റെ വേല ചെയ്യണ്ട. ചെയ്താൽ വെറുതെ ആളുകളോട് പിണങ്ങും, പരാതിയാവും, വിഷമാവും. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ. എന്നാൽ കർത്താവിനോടുള്ള സ്നേഹം അങ്ങ് പൊട്ടി ഒഴുകുമ്പോഴാണെങ്കിൽ എന്തും സഹിക്കാം, എവിടെയും പോകാം. ആരെന്നെ പറഞ്ഞാലും വിഷയമല്ല. കാരണം എന്താ? സ്നേഹമെല്ലാം സഹിക്കുന്നു, സ്നേഹമെല്ലാം പൊറുക്കുന്നു, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. അതെ, കർത്താവിന്റെ വേല സ്നേഹത്തിൽ നിന്നായിരിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഇനി കർത്താവിനെ ആരാധിക്കുന്നതോ സ്നേഹത്തിൽ നിന്നല്ലെങ്കിൽ ആ ആരാധന വെറും അഭ്യാസമായിരിക്കും, വെറും അധര ചർവണമായിരിക്കും. വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ സ്നേഹത്തിൽ നിന്നാണെങ്കിൽ ആരെ നിർബന്ധിക്കൊന്നും വേണ്ട. സ്നേഹത്തിൽ നിന്നുള്ള ഗാനം, സ്നേഹത്തിൽ നിന്നുള്ള ആരാധന, അതിനോട്ട് ആളുകൾ അങ്ങ് ഒഴുകി വരും. അതിലോട്ട് ആളുകൾ ഒഴുകി വരും. ആരാധന സ്നേഹത്തിൽ നിന്നാവട്ടെ. 50 രൂപ ദൈവവേലയ്ക്ക് കൊടുക്കുന്നത് സ്നേഹത്തിൽ നിന്നാകട്ടെ.
അത് 50 ലക്ഷമാണെങ്കിലും സ്നേഹത്തിൽ നിന്നേ ആകാവൂ. പ്രൗഡ് ഉണ്ടാവത്തില്ല. സ്നേഹം നിഗളിക്കുന്നില്ലല്ലോ. പൈസ ദൈവവേലയ്ക്ക് കൊടുത്തിട്ട് അഹങ്കാരം കാണിക്കുന്നത് എന്തു വലിയ ക്രൂരതയെന്നറിയാവോ? എന്ത് വലിയ ക്രൂരതയെന്നറിയാവോ? കാരണം കർത്താവ് തന്നത് എന്തുവാ? കർത്താവ് ഇങ്ങോട്ട് തന്നത് എന്തുവാ? പകരം എന്തു കൊടുക്കാൻ നമുക്ക് പറ്റും? ആ പാട്ടായിരുന്നല്ലോ ആദ്യം കേട്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് കർത്താവ് ചോദിക്കുക, കർത്താവിന്റെ ചോദ്യങ്ങളായിരുന്നല്ലോ നമ്മൾ ഇന്ന് കണ്ടതെല്ലാം. നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്തോത്രം. പത്രോസ് ഉത്തരം പറഞ്ഞു, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവിന് തൃപ്തിയായില്ല. പിന്നെയും ചോദിച്ചു. ചോദിക്കുന്നതിന് മുമ്പ് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തു. അതെന്താന്ന് നമുക്കറിയാം. കർത്താവ് ഇവരെ തേടിച്ചെന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. 2, കർത്താവ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. 3, കർത്താവ് അവർക്ക് വേണ്ടി മീൻ പിടിച്ചു, ക്യാച്ച് ചെയ്തു. 4, കർത്താവ് മീൻ ക്ലീൻ ചെയ്തു. 5, കർത്താവ് മീൻ കുക്ക് ചെയ്തു, ഫുഡ് ഉണ്ടാക്കി. 6, കർത്താവ് അവരെ സ്നേഹത്തോടെ ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചു. 7, കർത്താവ് സെർവ് ചെയ്തു. അവർ പിടിച്ച മീനല്ല, ഉറപ്പാ. അവർ കയറി വരുമ്പോൾ ഇവിടെ ഇതൊക്കെ റെഡിയാ. നല്ല തന്തൂരി ഫിഷിന്റെ മണം വരും കയറി വരുമ്പോൾ. ഒരമ്മ മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ, എല്ലാ അമ്മമാരും ചെയ്യത്തുമില്ല. പിന്മാറിപ്പോയ പത്രോസാന്ന് ഓർക്കണം. പിന്മാറിപ്പോയവരാ ഇവര്. കർത്താവിനോട് ചോദിക്കാതെയാ പോയത്. പക്ഷേ കർത്താവ് നല്ല ചൂട് ബ്രേക്ക്ഫാസ്റ്റ്, ഫ്രിഡ്ജിലിരുന്ന സാധനമൊന്നുമല്ല, എല്ലാം ഫ്രഷാ, ചൂടോടെ ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ മക്കളെ വിളിക്കുന്ന പോലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി എന്നാ പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി, മക്കളെ വന്ന് കഴിച്ചോ. ഒരു വാക്ക് വഴക്ക് പറഞ്ഞില്ല, ഒരു വാക്ക് ശാസിച്ചില്ല, അല്ലേ? എന്തൊക്കെ പറയാമായിരുന്നു? എന്നോട് ചോദിച്ചാണോ പോയത്? ഞാൻ നിങ്ങളോട് എന്നാ നേരത്തെ പറഞ്ഞത്? ഒന്നും ചോദിച്ചില്ല. ഇതിന്റെ പേര് മധുര പ്രതികാരം എന്നാണ്. സ്നേഹത്തിലുള്ള അടിയാണ് ആ കൊടുത്തത്. ഈ നന്മ കിട്ടുമ്പോൾ നമ്മുടെ വിചാരം നമ്മളേതാണ്ട് ചെയ്തിട്ടാണ്. അല്ല, അതൊരു അടിയാന്ന് ഓർത്താൽ നല്ലതാ. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. അർഹിക്കാത്ത അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് കിട്ടുമ്പോ ചിലപ്പോൾ അതൊരു അടിയാകാനായിരിക്കും സാധ്യത. നമ്മുടെ ഉള്ളൊന്ന് ഉണർത്താനായിരിക്കും. ഇതിലൂടെയെങ്കിലും എൻ്റെ ദൗത്യത്തിന് വേണ്ടി നിന്നെ എനിക്ക് തിരിക്കാൻ പറ്റുമോ? കർത്താവ് ഒരു വലിയ പ്രോജക്റ്റ് മനസ്സിൽ സൂക്ഷിച്ചാണ് ഈ കടൽ തീരത്ത് നിൽക്കുന്നത്. ആ പ്രോജക്റ്റ് എന്നാണെന്നറിയാമോ? ലോക സുവിശേഷീകരണം, ദൈവസഭ. ഈ പ്രോജക്റ്റ് പണ്ടേ ഏൽപ്പിച്ചതാ പത്രോസിനെ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, മനുഷ്യരെ പിടിക്കുന്ന ഒരാക്ക്, ഇതൊക്കെ പണ്ടേ ഏൽപ്പിച്ചതാ. പക്ഷെ മനുഷ്യനല്ലേ. അപ്പോ തിരിച്ചു കൊണ്ടുവന്ന് ദൗത്യം വീണ്ടും ഏൽപ്പിക്കുക. സഭ, സുവിശേഷീകരണം. അപ്പൊ ആ ഒരു കാര്യം ഒന്നങ്ങ് ഏൽപ്പിക്കാൻ വേണ്ടിയാണ് അന്വേഷിച്ചു വന്നത്. ഇവർ വരുന്നത് വരെ കടപ്പുറത്ത് വെയിറ്റ് ചെയ്തത്, മീൻ പിടിച്ചത്,
ക്ലീൻ ചെയ്തത്, കുക്ക് ചെയ്തത്, സെർവ് ചെയ്തത്, എല്ലാം 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 ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നിന്റെ ജീവൻ, നിന്റെ സൗന്ദര്യം, നിന്റെ ശബ്ദം, നിന്റെ സമ്പത്ത്, നിന്റെ മക്കൾ, നിനക്കുള്ളതെല്ലാം ഒരു ദൗത്യം നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി കർത്താവ് തന്നതാണ് എന്ന് മറക്കണ്ട. അവനോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കാം? പ്രധാനമായും അവൻ്റെ വേല ചെയ്യുന്നതിലൂടെ പ്രകടിപ്പിക്കാം. അവനെ ആരാധിക്കുന്നതിലൂടെ പ്രകടിപ്പിക്കാം. ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു. വർഷിപ്പിന് വേണ്ടി ചില മിനിറ്റുകൾ നമുക്ക് എടുക്കാം.